നമസ്കാരം. ചെയിൻസോ ആണ്. ടാങ്കിൻ്റെ ബെയറിങ് പോയിട്ട് അടിച്ച് പോയി. ബെയറിങ്ങിൻ്റെ ഇന്നർ സ്ലീവ് അങ്ങോട്ട് പൊട്ടി. അതിൻ്റെ ഉള്ളിൽ ബെയറിങ് സ്ലീവ് പൊട്ടി മൊത്തം അടിച്ചു പോയി. അങ്ങനെ പിസ്റ്റണൊക്കെ ആകെ തീരുമാനമായി. എന്നാലും പിസ്റ്റൺ പറ്റ പൊട്ടിയൊന്നുമില്ല, എന്നാലും നല്ല തീരുമാനം വന്നു. അപ്പോൾ അതൊക്കെ കൂടി മാറി സെറ്റാക്കണം. ടാങ്കിൽ വലിയ കുഴപ്പം കാണുന്നില്ല, ടാങ്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ നമ്മളെന്ത് ചെയ്തു, മൊത്തം അഴിച്ച് ബെയറിങ് എല്ലാം സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഓയിൽ സീലും പാക്കിങ്ങുകളും ഓയിൽ സീലുകൾ പിന്നെ സിലിണ്ടർ സെറ്റ് എല്ലാം മാറിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, അത് ബെയറിങ്ങുകൾ നമ്മൾ ടാങ്കൊക്കെ മാറിയിട്ട് ചെയ്യുമ്പോഴേ ഇപ്പോഴും ബെയറിങ്ങുകൾ മാറ്റണം. എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ബെയറിങ് അല്ലേ, പെട്ടെന്ന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം എഞ്ചിൻ അഴിച്ച് ചെയ്യേണ്ടി വരും, ഭയങ്കര പണിയാവും. അപ്പോൾ എപ്പോഴും എഞ്ചിൻ അഴിച്ച് ചെയ്യുമ്പോൾ ബെയറിങ് മാറ്റി ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ബെയറിങ് പൊട്ടിയിട്ടാണ് നമ്മൾ അഴിക്കേണ്ടി വന്നത്. ഇത് മുന്നേ പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് അന്ന് ബെയറിങ് മാറ്റാതെ ചെയ്തിട്ടുള്ളതായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ബെയറിങ് പഴയതാണ് കിടക്കുന്നത്. നമുക്ക് അബദ്ധം പറ്റാറുണ്ട്, അബദ്ധങ്ങൾ എല്ലാവർക്കും ഉള്ളത് തന്നെയാണല്ലോ. നമ്മളപ്പോൾ ഈ മേഖലയിൽ, പൊതുവെ ടെക്നിക്കൽ മേഖലയിൽ അങ്ങനെ വലിയ പുലികളായിട്ടൊന്നും ആരുമില്ല, എല്ലാവരുടെ അടുത്തും അബദ്ധം പറ്റും. ചില ശ്രദ്ധകളാണ്, നമുക്കെല്ലാം ഫുൾ പക്ക ക്ലിയറായിട്ട് അങ്ങനെ ചെയ്ത് പോകാനൊന്നും പറ്റിക്കോളുന്നില്ല. അത് എനിക്കും പറ്റാറുണ്ട്, എല്ലാവർക്കും പറ്റും. എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല കേട്ടോ, എൻ്റെ കാര്യം പറയാം, എനിക്ക് വെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മൊത്തത്തിൽ തിരക്കാം. അപ്പോൾ 2 ദിവസമായിട്ട് ലീവായിരുന്നു, അച്ഛൻ്റെ ആണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ലീവ് വരുന്നത്. മൊത്തം മെഷീൻസൊക്കെ വന്നിട്ട് ആകെ തിരക്കാണ്. ഏട്ടൻ്റെ കംപ്രസറുകൾ മൊത്തം ഇരിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ വർക്ക് കഴിഞ്ഞാണ്, മെഷീൻസ് ഇരിക്കുകയാണ്. പിന്നെ ബ്രഷ് കട്ടർ, ചെയിൻസോ ഐറ്റംസ് കുറേ എണ്ണം വന്ന് കിടക്കുന്നുണ്ട്. ഒരു ഹോണ്ട അഴിക്കാനുണ്ട്, അത് നടക്കുന്നു. അങ്ങനെയൊക്കെ കൂടി. ഓക്കെ, സെറ്റാക്കി കൊടുക്കട്ടെ. ബൈ.